ലഹരിയാണ് പ്രശ്നമെങ്കിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവതലമുറ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ പലരും ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ കൊണ്ടുപോകും, കുറച്ച് ദിവസം കഴിയുമ്പോൾ പിള്ളേർ വീണ്ടും പഴയപടിയാകുന്നു. അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന് ലഹരിയുമായി ബന്ധപ്പെട്ടതും പിന്നെ കുട്ടികളുടെ അഗ്രഷൻ ആയിരുന്നു ആദ്യം ചോദിച്ചിരുന്നത്. ഇതിനകത്ത് കുട്ടികളുടെ അക്രമവാസന എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ടുണ്ടായി വരുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഒരു സിറ്റുവേഷനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മൾ കാലക്രമേണ പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് പാരന്റിങ്, ഫാമിലി എൻവയോൺമെന്റ്, നമ്മളെ ചുറ്റും നിന്ന് നമ്മളെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ, നമ്മൾ ഓരോരുത്തരും ഇടപഴകുന്ന എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന പറമ്പും തെങ്ങും എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന മനുഷ്യര്, മീഡിയ, ഒപ്പം നമ്മൾ കളിക്കുന്ന ഗെയിംസ്. ഇപ്പൊ പ്രത്യേകിച്ചും കുട്ടികളെയും യുവാക്കളെയും സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഇൻഡൾജ് ചെയ്തിരിക്കുന്നത് വയലൻസ് എന്ന് പറഞ്ഞ ഗെയിംസിനകത്താണ്. അപ്പോൾ പിന്നെ എല്ലാ കാര്യവും ഇമ്മീഡിയറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടുന്ന കാര്യമാണ്. എന്ത് കാര്യം കുട്ടികൾ ചോദിച്ചാലും ഇമ്മീഡിയറ്റ്ലി അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സമൂഹം ചുറ്റുമുണ്ട്. പാരൻസ് ആയാലും ഗ്രാൻഡ് പാരൻസ് ആയാലും എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ് ആയാലും സ്കൂളിന്റെ ഒരു ഇതെന്ന് പറയുന്നതും ഒരു സ്ട്രെസ് ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പൊ അവിടെയെല്ലാം ആൾക്കാർ നോ പറയുന്നില്ല, അല്ലെങ്കിൽ ആ നോ പറയുന്നതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടുന്നത്, എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളേണ്ടുന്നത് എന്നുള്ളതിനുള്ള സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. പേഷ്യൻസ്, വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി ഞാൻ കാത്തിരുന്നാണ് എനിക്ക് പലതും നേടേണ്ടുന്നത് എന്നുള്ളത് കുട്ടികൾക്ക് കിട്ടാൻ പറ്റുന്നില്ല. അതിനു മുന്നേ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിത്യേന നടന്നുകൊണ്ടിരിക്കുകയും നമ്മൾ ചുറ്റും കാണുന്നത് ഈ അഗ്രഷനും ആകുമ്പോൾ, അത് മീഡിയയിലൂടെയായാലും സിനിമയിലാണെങ്കിലും ഇവർ കളിക്കുന്ന ഗെയിംസിനകത്താണെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് വളരെയധികം നോർമലൈസ് ചെയ്യപ്പെടും. ഇതാണ് വേറൊരു വ്യക്തിയോട് എൻ്റെ ഫ്രസ്ട്രേഷൻ കാണിക്കാനുള്ള മാർഗം എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതിനോടൊപ്പം ഈ പറഞ്ഞ ലഹരി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ഫ്രോണ്ടൽ ലോബിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മൾ ലോജിക്കലി ചിന്തിക്കാനായിട്ട് ഒരു മനുഷ്യന്റെ കഴിവ് എന്ന് പറയുന്നതാണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ആനിമൽസിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ഈ പറയുന്ന കഴിവിനെ ഇല്ലാതെയാക്കുന്നതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ലഹരി വസ്തുക്കളെല്ലാം. അപ്പൊ ഈ ലഹരി വസ്തുക്കൾ നാച്ചുറൽ ആയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഒരു സാധനമല്ല. അതിനാണ് നമ്മൾ വാക്സിനേഷൻസും അതുപോലെയുള്ള സാധനങ്ങൾ എടുക്കേണ്ടുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെയാക്കണം. അതായിരിക്കണം അതിനുള്ള വാക്സിനേഷൻ എന്ന് പറയുന്നത്. അതൊരു വ്യക്തി വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്തുകൊണ്ട് ഇത്ര ഫ്രീ ആയിട്ട് ഈ പറയുന്ന ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആകുന്നു? ഇത് കിട്ടാൻ നമുക്ക് ആർക്കും വേണമെന്ന് വിചാരിച്ച് ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ലഹരി വസ്തുവും കിട്ടാൻ ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പല വാർത്തകളും കണ്ടതാണ്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഫോണിലേക്ക് വന്ന മെസ്സേജുകളുടെയും കോളുകളുടെയും കണ്ടന്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ കണ്ടതാ. അപ്പൊ ഇതൊന്നും ഇന്നലെയും ഇവിടെ തുടങ്ങിയതല്ല. ഇതാരാണ് ഇവിടെ വഴിവെച്ചു കൊടുക്കുന്നത്? അങ്ങനെ ഒരു സമൂഹം ലഹരി ഉപയോഗിക്കൂ എന്നുള്ള നിലയിൽ വളരെ പാസീവായിട്ട് ഇതുപോലെ ഒരു കാര്യം നടക്കുകയും, ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് ലഹരി ഉപയോഗിക്കുന്നത് തടഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് അഡിക്ഷൻ ഉണ്ടാവുന്നതിനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഒരു ഘടകം അവൈലബിലിറ്റി തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും ഈ അവൈലബിലിറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന ഘടകമായി മാറുന്നത്. അത് ശരിയാണ്. അത് തീർച്ചയായിട്ടും അത് നിരോധിക്കേണ്ടടുത്ത് നിരോധിക്കണം. അത് കിട്ടാതെയാകുമ്പോൾ എങ്ങനെ അവർ അത് വാങ്ങുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയല്ല. കണക്ക് ഈസി ആയിട്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്